ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ചേമ്പ് കൊണ്ടുള്ള ഒരു ഉടച്ചുകറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉടച്ചുകറിയാണ്. അപ്പം ഞങ്ങളിവിടെ പറയുന്നത് അസ്ത്രം എന്നാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുത് കേട്ടോ. അപ്പോൾ അസ്ത്രം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 2 ചേമ്പാണ്. 2 വലിയ സൈസ് ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെത്തി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കുക്കറിലോട്ട് ഇത് വേവിക്കാൻ വേണ്ടി മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ അതേപോലെ വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ഇതിൻ്റെ ആ ലെവലിന് നമ്മൾ ആ കഷ്ണങ്ങൾ കിടക്കുന്ന ലെവലിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ പ്രഷർ വരുന്ന സമയത്ത് അത് മൊത്തം വെള്ളം വെളി ചീറ്റിപ്പോവും. ഇനി ചേമ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു കടായി ചൂടാക്കാം. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നമുക്ക് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉഴുന്നും കൂടെ ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ആ ഉടച്ചു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു 3-4 വറ്റൽമുളകും അതേപോലെ ഒരു 2 കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നാൽ മതി. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചേമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം കേട്ടോ. ഒരു തടിത്തവിയോ എല്ലാം വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുത്താൽ മതി. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് അങ്ങ് വലിയും കേട്ടോ. നമ്മുടെ ചേമ്പിനകത്ത് വെള്ളം അങ്ങ് പെട്ടെന്ന് വലിഞ്ഞു പോകും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ച ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഡിഷ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. അപ്പോൾ ചൂടോടെ വേണം ഇത് കഴിക്കാനായിട്ട്. ചൂടാറി കഴിഞ്ഞാൽ ഇതങ്ങ് ഉറഞ്ഞു പോകും കേട്ടോ. വെള്ളമെല്ലാം വലിഞ്ഞിട്ട് നന്നായിട്ട് ചേമ്പല്ലേ ഉറഞ്ഞു പോകും. അപ്പം ചൂടോടെ വിളമ്പാൻ നോക്കുക. നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല പരുവത്തിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള അസ്ത്രം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.